എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു ഫേസാണ്. ഈ ഫേസ് വരച്ച് അത് വാട്ടർ കളറിൽ പെയിൻറ് ചെയ്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫേസ് വരയ്ക്കുന്നതിൻ്റെ അളവുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണാം. നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഒരു റെഫറൻസ് ഫോട്ടോയുടെ സഹായത്തോടെ ആണ് നമ്മൾ ഈ ക്യാരക്ടർ വരച്ചുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അളവ് ഒക്കെ അത് സെയിം അളവ് തന്നെയാണ് നമ്മൾ ഇതിൽ പ്രയോഗിക്കുന്നത്. പക്ഷേ വരയ്ക്കുന്ന ഫീച്ചേഴ്സ്, അതായത് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഒക്കെ വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വ്യത്യസ്തമായ കണ്ണും മൂക്കും ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അത് ആ അളവിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ആദ്യം അടയാളപ്പെടുത്തിയിട്ടുള്ള ആ അളവുകളിലാണ് മൂക്കും കണ്ണും ചുണ്ടും ഒക്കെ തന്നെ വരുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിലൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ചെവി കുറച്ച് വലിയ ചെവിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആളുടെ ചെവി അല്പം വലുതാണ്. പക്ഷേ അത് ചെവി സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതൊക്കെ ഏതാണ്ട് നമ്മുടെ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെ അളവിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കുറച്ച് താഴോട്ട് തൂങ്ങി നിൽക്കുകയാണ് അയാളുടെ ചെവി. അതുപോലെ ചുണ്ടിനും ഒക്കെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ സ്കെച്ച് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചറിയാം, പോർട്രേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സ്കെച്ച് ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വളരെ സഹായകരമാണ്. കാരണം പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് പോകാം. അതുകൊണ്ട് തന്നെ പല ഷെയ്ഡുകളും ഞാനത് ഇതിൻ്റെ അകത്ത് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. പലരും വാട്ടർ കളർ പല രീതിയിലാണ് ചെയ്യാറുള്ളത്. വളരെ ലൈറ്റായിട്ടുള്ള സ്കെച്ചുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ രീതി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പം ഏതാണ്ട് സ്കെച്ച് കംപ്ലീറ്റ് ആക്കി അതിൻ്റെ ചില ഷെയ്ഡുകളൊക്കെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മെല്ലെ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. പെയിൻറ്റിങ്ങിൽ ഞാൻ ആദ്യം ചെയ്തത് ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവനായി വെള്ളം വാഷ് ചെയ്ത്, ഫിഗറിലേക്ക് ഒട്ടും വെള്ളം കയറിയിട്ടില്ല, ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമാണ് ചെയ്തത്. അതിന് ശേഷം പ്രഷ്യൻ ബ്ലൂ, കൊബാൾട്ട് ബ്ലൂ, അതുപോലെ നമ്മളെ ബേൺസീന, ഈ കളറിൻ്റെ ഒരു മിക്സാണ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളത്. നമ്മളെ ഫിഗറിലേക്ക് സ്കിൻ ടോണിലേക്ക് വരുമ്പോഴേക്കും ബേൺസീനയും ഗാംബേജ് യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടോണാണ് ഞാൻ ഫസ്റ്റ് വാഷ് ചെയ്യുന്നത്. വൈറ്റ് ഭാഗങ്ങൾ കൃത്യമായി ഒഴിവാക്കിയിടാം. മൂക്കിൻ്റെ അവിടെയുള്ള വൈറ്റൊക്കെ കൃത്യമായി, അതാണ് നമ്മൾ വാട്ടർ കളറിൽ വളരെ ശ്രദ്ധിക്കേണ്ടത്. കാരണം മറ്റൊരു മീഡിയം ചെയ്യുന്നത് പോലെ നമുക്ക് വീണ്ടും ആ വെള്ളം വെക്കുന്നത് വാട്ടർ കളറിന് അത്ര ഭംഗി കുറയും. വെള്ളം വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, വെള്ള പെന്നും വെള്ള പെയിൻ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുമ്പം ഈ രീതിയിൽ തന്നെ അതിനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കത് മറ്റു മീഡിയത്തിൽ അതിൻ്റെയൊക്കെ സാധ്യതകളുണ്ട്, അതൊക്കെ അതിൽ ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെ ഒരു ട്രാൻസ്പറൻസി തന്നെ നമുക്കത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കൂടുന്നത്. വാട്ടർ കളറിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ പെയിൻറ്റിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റു മീഡിയങ്ങളത് അല്ലാതെയും ചെയ്യാം. ഇത് വാട്ടർ കളർ മീഡിയം തന്നെ പലരും ഒപ്പേക്കായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, വൈറ്റ് കൂട്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും പെയിൻറ്റിങ്ങിൽ ചിത്രകാരൻ്റെ സ്വാതന്ത്ര്യം, ഏത് രീതിയിൽ ചെയ്യണം, പെയിൻറ്റിനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് ചിത്രകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ വാട്ടർ കളറിലേക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ നോക്കുക, ആദ്യത്തെ ടോണ് കഴിഞ്ഞു. സെക്കൻഡ് ടോണിൽ കുറച്ച് ഡാർക്ക് കളറിലേക്ക് കയറി. ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് വരിക എന്നുള്ളത് വാട്ടർ കളർ ഒരു പ്രത്യേകതയാണ്. ബാക്കി എല്ലാ കളറുകളും ഓയിലൊക്കെ ആണെങ്കിൽ ഡാർക്ക് കളറിൽ നിന്ന് ലൈറ്റ് കളറിലേക്കാണ് വരാറുള്ളത്. ഇത് ലൈറ്റ് വാഷ് ചെയ്തു. അതിൻ്റെ ഹൈലൈറ്റിന് വേണ്ടിയിട്ട് വൈറ്റാണ് ഒഴിവാക്കിയിടുന്നത്, പേപ്പർ വൈറ്റാണ് ഒഴിവാക്കിയിടുന്നത്. അതിന് വേറെ വൈറ്റ് ആഡ് ചെയ്യുന്നില്ല. അതുപോലെ ബ്ലാക്കും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കി പിടിച്ചിട്ടുണ്ട്. ബ്ലാക്ക്
ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കൃത്യമായി അത് മിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ആ ബ്ലാക്ക് കളറ് വേറെ തന്നെ നിൽക്കും. അത് ചിത്രം കാണുമ്പോൾ അത് മനസ്സിലാകുന്ന രീതിയിൽ അത് വേറിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കാത്തത്. ബ്ലാക്കിന് പകരം നമ്മൾ ബ്ലൂവും ബേൺസീനും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് കളറും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും. നമ്മൾ മൂന്നാമത്തെ ടോണിലേക്ക് കടന്നു. കുറച്ചുകൂടി ഡാർക്കായി കളറൊക്കെ. വാട്ടർ കളർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വാട്ടർ കളർ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പം. മറ്റ് എളുപ്പങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാനാവില്ല. കൃത്യമായ പ്രാക്ടീസ്. ആദ്യത്തെ 2-3 ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പം ചിത്രം ചിലപ്പം നമ്മളെ കയ്യിൽ നിന്ന് പോയി അത് മോശം അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട്. മറ്റ് കളറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അകത്ത് എഡിറ്റിങ് വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു അറിയാതൊരു കളർ വെച്ച് പോയാൽ ആ കളറിന് നമുക്കത് ഒഴിവാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കണ്ണടേൻ്റെ ഷെയ്ഡ്, കണ്ണട ഇതുവരെയും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ ഒക്കെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രഷ് ഒരു ചൈനീസ് ബ്രഷാണ്. വലിയ വിലയൊന്നുമില്ലാത്ത ബ്രഷാണ്. സാധാരണ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ബ്രഷാണ്. ചെയ്യാൻ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പോയിൻ്റൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കൂടുതലായിട്ട് യൂസ് ചെയ്താൽ അറിയാം. ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളോ തകരാറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ് ചെയ്യുന്നത്. സാധാരണ ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളർ തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. മൂക്കിൻ്റെ കാസ്റ്റ് ഷേഡോ അതുപോലെ ചില ഡാർക്കായിട്ടുള്ള ഭാഗങ്ങൾ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇതിലൊക്കെയാണ്. ബാക്കി വാഷിങ് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വാഷിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നടക്കുന്നത് മുഴുവനും സ്കെച്ചാണ്. നമ്മൾ പെൻസിൽ കൊണ്ടും പെന്നുകൊണ്ടും സ്കെച്ച് ചെയ്യുന്നത് പോലെ തന്നെ ബ്രഷ് കൊണ്ട് സ്കെച്ച് ചെയ്യാണ് ചെയ്യുന്നത്. വാട്ടർ കളർ ചെയ്യുമ്പോൾ ഞാൻ മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് സ്കെച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ വാട്ടർ കളർ വളരെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ കയ്യിലേക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ വന്നു ചേരും. വൈറ്റിൻ്റെ പ്രാധാന്യം വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് വൈറ്റ് ഒഴിവാക്കിയിടുക എന്നുള്ളത്. അപ്പോൾ മൂക്കിൻ്റെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു വൈറ്റ് സ്ട്രോക്ക് അത് പേപ്പർ വൈറ്റ് തന്നെയാണ് കാണുന്നത്. നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് കൃത്യമായി എവിടെയൊക്കെ വേണം എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷമാണ് കളറുകൾ വെക്കാൻ തുടങ്ങുന്നത്. അപ്പം നല്ല മുൻധാരണ വേണം വാട്ടർ കളർ ചെയ്യും. മറ്റു മീഡിയം ചെയ്യുന്നതിനേക്കാൾ മുൻധാരണ വേണം. കാരണം ചില വീഴ്ചകൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു മീഡിയമാണ് വാട്ടർ കളർ. തൊപ്പിയുടെ കളറൊക്കെ അതിൻ്റെ ചില ഷെയ്ഡുകൾ മാത്രമാണ് ബ്ലൂവും ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി വൈറ്റ് അങ്ങനെ തന്നെ ഒഴിവാക്കിയിട്ടതാണ്. അതുപോലെ താടി രോമങ്ങൾ, മീശ അതൊക്കെ നരച്ച ഇതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ വൈറ്റ് കൂടുതലായിട്ട് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കുറച്ചുകൂടിയും ഡീപ്പായിട്ടുള്ള ബ്ലൂ
ചെയ്യുകയാണ്. അപ്പം കുറച്ചുകൂടി ചിത്രം പൊങ്ങി നിൽക്കുന്ന പോലെ 3D എഫക്റ്റിലേക്ക് മാറും. അപ്പോൾ ഏതാണ്ട് ഫിഗർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചിത്രം പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൂടി വേണം ചെയ്യാൻ. ചിത്രത്തിൻ്റെ അകത്തേക്ക് കയറാതെയും ഒലിക്കാതെയൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു 45 ഡിഗ്രി ചരിച്ച് വെക്കുന്നതാണ് നല്ലത്, വാട്ടർ കളർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്. നമുക്ക് കുറച്ചുകൂടിയും ഈസി ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരെ കുത്തനെ വെച്ചാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്ട് ഫിനിഷ് ചെയ്ത് തുടങ്ങി. നമുക്ക് ആ ചെറിയ ഏരിയയിൽ ചെറിയ ബ്രഷും വലിയ ഏരിയയിലേക്ക് വരുമ്പം നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ഫിനിഷിങ് കിട്ടും. പക്ഷേ പക്കാ ഫിനിഷിങ്ങിലേക്കല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു സ്ട്രോക്ക് രീതിയിൽ ഒലിപ്പിച്ചും വെള്ളത്തിൻ്റെ ആ ഒരു മീഡിയം പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്കാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണത് വെള്ളം എന്താ പറയുക വാഷ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ചെറിയ സ്ട്രോക്കുകളൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധിച്ചറിയാം, ചില ബ്രഷിൻ്റെ വലിയലും ചില സ്ട്രോക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളും ഈ വർക്കുകളൊക്കെ ഒന്ന് ഇതുപോലെയുള്ള ഫോട്ടോ റെഫറൻസൊക്കെ വെച്ചിട്ട് ചിത്രങ്ങൾ വാട്ടർ കളറൊക്കെ വെച്ച് ചെയ്ത് നോക്കാം.